ഇന്നത്തെ ഗ്ലോബൽ അപ്ഡേറ്റ്സിൽ നമ്മൾ പ്രധാനമായിട്ട് മിഡിൽ ഈസ്റ്റ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം മിഡിൽ ഈസ്റ്റ് പറയാതെ ഒരു വേൾഡ് ന്യൂസ് ഇപ്പം നിലവിലില്ല, അതാണ് അവസ്ഥ. അപ്പം മിഡിൽ ഈസ്റ്റിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലെബനാനിൽ നിന്ന് ഒരു ലെബനീസ് മിനിസ്റ്റർ, പഴയ ഒരു മിനിസ്റ്ററാണ്, പുള്ളി ഡ്രൂസുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മിനിസ്റ്ററാണ്. പുള്ളിയുടെ പേര് വഹാബ് എന്നാണ്, വിയാം വഹാബ്. ഈ വിയാം വഹാബ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇന്നലെ ലെബനീസ് മീഡിയയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലുമായിട്ട് ഒരു സമാധാനത്തിൽ പോകുന്നതല്ലേ നല്ലത് എന്നുള്ള നിലയിലുള്ള ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പേരിട്ടുകൊണ്ടാണ് ഇറാൻ കുറെ പ്രോക്സികളെ കൂട്ടിച്ചേർത്ത് ഹൂത്തീസ്, ഹമാസ്, അതേപോലെ ഹിസ്ബുള്ള, ഇറാഖിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കുറെ ടീമുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട്, അതേപോലെ സിറിയ, ഇതെല്ലാം ഒത്തുചേർത്തുകൊണ്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ അങ്ങ് തച്ചുടച്ച് തരിപ്പണമാക്കി കളയാന്ന് പറഞ്ഞുകൊണ്ട് വന്നത് പണിപാളി. അതാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറാൻ ഇതുവരെ വിടുവായ്ത്തരങ്ങളെല്ലാം, ഈ വീരവാദമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോക്സികളെ കണ്ടുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കണ്ടുകൊണ്ടല്ല. പ്രത്യേകിച്ച് പിന്നെ ഏറ്റവും വലിയൊരു അസറ്റായിട്ട് ഇറാൻ കരുതിയിരുന്നത് ഈ സിറിയൻ അസദിനെയാണ്. അസദ് നെട്ടോട്ടം ഓടിയതോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പൊ ഇന്ന് അസദ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് അയാൾക്ക് ഒന്നിനും ടൈമില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, വളരെ ദയനീയ അവസ്ഥയിലാണ് ആ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇന്നാണ് ഈ ഒളിച്ചോടിയതിനു ശേഷം ആദ്യമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ പുള്ളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, എനിക്കൊന്നിനും സമയമില്ല, റെസിഗ്നേഷൻ ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അസൈലം തേടാനോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഉണ്ടായിരുന്നത്. ജസ്റ്റ് എൻ്റെ ഒരു വരവെന്ന് പറഞ്ഞാൽ എവാക്യുവേഷൻ ആയിരുന്നു എന്നാണ്. അതായത് റഷ്യയിൽ നിന്നൊരു എവാക്യുവേഷൻ ഓർഡർ എടുത്തുകൊണ്ട് അങ്ങ് ഒളിച്ചോടി പോവുകയായിരുന്നു എന്നുള്ളത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ, പക്ഷെ എന്നാലും പുള്ളി ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഫാമിലീസിനെ എല്ലാം മുൻകൂട്ടി തന്നെ അയാൾ നാട് കടത്തിയത്. അതിനുശേഷം അവസാനമാണ് അയാൾ 8-ാം തീയതിയാണ് അയാൾ നാട് വിടുന്നത്. മിനിസ്റ്റർ ആയിട്ടിരുന്ന ആ ഒരു വിയാം വഹാബ് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞാൽ, നീണ്ട 70 വർഷക്കാലമായില്ലേ, നമ്മൾ എന്ത് നേടി? ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് സമ്പാദിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു രീതിയിൽ വിജയം കൈവരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്തിനിങ്ങനെ നെയ്ബറായിട്ട് ഇരുന്നുകൊണ്ട് ഒരു 70 വർഷക്കാലം ഇത്രയും നശിച്ച ഒരു യുദ്ധം നടത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് ഇസ്രായേലുമായിട്ട് പൊരുത്തപ്പെട്ട് സമാധാനത്തിൽ ജീവിച്ചുകൂടെ, സന്തോഷമായിട്ട് ജീവിച്ചുകൂടെ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു ചോദ്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. പക്ഷേ ഇതൊക്കെ ഏത് രീതിയിൽ അവിടുത്തെ എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാർ എടുക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. പിന്നെ അവർ ഏത് രീതിയിൽ എടുത്താലും എടുത്തില്ലെങ്കിലും പുള്ളി വീണ്ടും 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം, ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇറാൻ മുന്നോട്ട് വെച്ച ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ആശയത്തിൽ 2 വ്യക്തികളെ ഉണ്ടായിരുന്നുള്ളൂ. അത് നസറുള്ളയും ഖാസിം സുലൈമാനിയും. 2 വ്യക്തികളും കൊല്ലപ്പെട്ടതോടുകൂടി ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ 2 വ്യക്തികളുടെ മേളിലാണ് ഈ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് നിന്നത്. നസറുള്ളയ്ക്ക് അതീതമായിട്ടൊരു ഹിസ്ബുള്ള ഇല്ല. നസറുള്ള പോയതോടുകൂടി ഹിസ്ബുള്ള ചുരുണ്ട് ഒരു മൂലയിൽ അങ്ങ് ഒതുങ്ങിക്കൂടിയ അവസ്ഥയാണ്. ഇനി ആര് വന്ന് ആ പ്രസ്ഥാനത്തെ നയിച്ചാലും ഹിസ്ബുള്ളയ്ക്ക് പഴയ നസറുള്ള നയിച്ച പോലത്തെ ഒരു ഊർജം കിട്ടില്ല എന്ന് അയാൾ തറപ്പിച്ച് പറയാണ്. അയാളുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് നത്തിങ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് നത്തിങ് മോർ ദൻ നസറുള്ള ആൻഡ് ഖാസിം സുലൈമാനി. ഇതാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ്. ഈ 2 വ്യക്തികളിൽ അധിഷ്ഠിതമാണ് ആ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. അവരിലുപരിയായിട്ട് ഇതിനകത്തുള്ള സംഘടനകൾക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. ഇതിനകത്തുള്ള സംഘടനകൾക്ക് ഒന്നും തന്നെ ചെയ്യാനുള്ള കെൽപ്പില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വളരെ വ്യക്തമാണ് കേട്ടോ. ഇതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആ ഒരു പാർലമെന്റിലെ മെമ്പറായിട്ട് ഇരുന്ന ആ ലാൻഡ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇത് പറയുന്നത്. അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ളയെ ഒന്നുകൂടെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. അവർ വളരെ വളരെ വീക്കാണെന്ന്. അതിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നഈം കാസിം പറഞ്ഞത്, അതായത് വെപ്പൺ വരുന്ന എല്ലാ മാർഗങ്ങളും തടയപ്പെട്ടിരിക്കുന്നു, വെപ്പൺ കട്ടാണ്. ഇപ്പോൾ ഒരു രീതിയിലുള്ള റൂട്ടെല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്. സിറിയൻ റൂട്ട് പോയിട്ട് ഒരു റൂട്ടും അവിടെ ഇല്ല. ഇപ്പം ആ രീതിയിലാണ് ഹിസ്ബുള്ള കിടന്ന് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ വിയാം വഹാബിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ലെബനീസ് പേഴ്സന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ദ ഓൺലി വിക്ടോറിയസ് ആർ ഇൻ ദ റീജിയൻ ഈസ് നെതന്യാഹു. ഇനി ഇതിൽ കൂടുതൽ നെതന്യാഹുവിന്റെ വിജയം വിളിച്ചു പറയാൻ ഇനി വേറെ ആരെങ്കിലും വരണോ? ആരും വരേണ്ട ആവശ്യമില്ല. നെതന്യാഹു അത്ര സ്ട്രെങ്തോടു കൂടി നിൽക്കുകയാണ്. ഇന്നലെ സിറിയയിലെ ലട്ടാക്കിയ എന്നുള്ള ഭാഗത്തൊരു അറ്റാക്ക് നടത്തി. അവിടെ എർത്ത് ക്വേക്ക്, അതായത് റെക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തുന്ന അത്രയും എർത്ത് ക്വേക്ക് ആണ് ഫീൽ ചെയ്തതെന്ന് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. ലട്ടാക്കിയയിൽ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം അതൊരു പോർട്ടാണ്, ഒരു പോർട്ട് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലട്ടാക്കിയ ഭാഗത്താണ് ഒരുപാട് സ്റ്റോറേജ്. അവിടെ ഈ റഷ്യയുടെ ബേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റഷ്യക്കൊക്കെ ഓൾറെഡി മുന്നറിയിപ്പ് കൊടുത്ത് അതൊക്കെ എടുത്ത് പാക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറഞ്ഞിട്ടാണ് അവിടെ അറ്റാക്ക് നടത്തിയത്. അവിടെ ഇസ്രായേൽ മിതമായ തോതിൽ തന്നെയാണ് അറ്റാക്ക് നടത്തിയത് കേട്ടോ.
അവിടെ ഇസ്രായേൽ അതിഭീമമായ റിക്ടർ സ്കെയിലിൽ 3 വരാനുള്ള ബോംബൊന്നും അവിടെ കൊണ്ട് ഇട്ടില്ല. അതാണ് വാസ്തവം. അത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അതിൽ ഇസ്രായേൽ ചെയ്തത് അവിടെ ഒരുപാട് അമ്യൂണിഷൻസ് ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് പടക്കോപ്പുകൾ, അതായത് വെടിമരുന്ന് നിറച്ച ഇതേപോലെ മരുന്നുകളുള്ള ബോംബുകൾ അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ ടൺ കണക്കിൽ ഭാരമുള്ള അമ്യൂണിഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇസ്രായേൽ അവിടെ അറ്റാക്ക് ചെയ്തതോടുകൂടി അത് ഫയറായി, അതും കൂടെ ചേർന്ന് ബ്ലാസ്റ്റ് ആയി, സെക്കൻഡറി ബ്ലാസ്റ്റ് ആയിട്ട് വന്നതാണ്. അതായത് വീണ്ടും വീണ്ടും അവിടെ പൊട്ടിത്തെറി, അതാണ് സംഭവിച്ചത്. അപ്പൊ അത് സംഭവിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നല്ല രീതിയിലുള്ള തീ ഗോളങ്ങൾ ആകാശം മുട്ട പറക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നല്ല രീതിയിലുള്ള പുകയോടുകൂടി അത് അത്രയും വലിയ തീഗോളങ്ങളായിരുന്നു, ആകാശം മുട്ട നല്ല രീതിയിൽ മിന്നിപ്പാറുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ. അപ്പൊ അതാണ് ഇസ്രായേൽ അങ്ങ് മാരകമായ ഒരു അറ്റാക്ക് അല്ല, അവിടെ കൃത്യമായ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കാണ് ഇസ്രായേൽ അവിടെ നടത്തിയത്. റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തുന്ന അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള അറ്റാക്ക് അല്ല IDF നടത്തിയത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന അമ്യൂണിഷൻസ് പൊട്ടിത്തെറിച്ചതാണ്. സെക്കൻഡറി ബ്ലാസ്റ്റിനുള്ള ഒരു സാധ്യത ഉണ്ടായി അവിടെ ആ ഒരു ഭൂചലനം പോലെ രേഖപ്പെടുത്തിയത്. പക്ഷെ എന്നാലും മാസ്സായിട്ടുള്ള ഒരു അറ്റാക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസ്, അതായത് ഞാൻ ആ വീഡിയോ കാണുകയുണ്ടായി, അതായത് ഈ പൊട്ടിത്തെറിക്കുന്ന വീഡിയോ, ആ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ അറബ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാലല്ലോ അമ്പരന്ന് നിൽക്കുകയാണ്. അമ്പരന്ന് പറഞ്ഞാൽ അവർക്ക് സ്പീച്ച്ലെസ് ആണ്. ആ രീതിയിലാണ് ഇസ്രായേലിന്റെ അറ്റാക്ക് സിറിയയിൽ കണ്ടിട്ട് കണ്ണു തള്ളി നിൽക്കുന്ന അറബ്സ്. അവർക്ക് ഇമാതിരിയുള്ള, അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഒരു അറബ് കൺട്രീസിൽ ഒരാൾ വന്നിട്ട് ഞങ്ങൾ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ഒരു ലീഡർ വരികയാണെന്നുണ്ടെങ്കിൽ ആ ലീഡറെ ഒരു 50 പ്രാവശ്യമെങ്കിലും ഇവർ ഒരു ചോദ്യചിഹ്നത്തോടു കൂടി നോക്കും. ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെതിരെ നീ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, എന്താണുള്ളത് കയ്യിൽ? ഈ 2-3 AK-47 ഇത് വെച്ചോണ്ടാണ് ഇസ്രായേലിനെ അടിക്കാൻ പോകുന്നത്. ആ രീതിയിൽ ആൾക്കാർ ചിന്തിക്കും. ആ ഒരു രീതിയിലാണ് അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. സിറിയക്കുള്ളിൽ നടത്തിയ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരിയുള്ള അറ്റാക്കാണ്. ഇത് കണ്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ് ആൾക്കാർ. ഇസ്രായേലിനോട് ഇനി മുട്ടാൻ ഒരിക്കലും ഒരുത്തനും തയ്യാറാവാത്ത ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയെ ഇനി ആകെയുള്ളതുണ്ടല്ലോ ഈ ഹൂത്തീസ്, അതിലേക്ക് ഞാൻ അവസാനം വരാം. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവിടെ ഗാസയിൽ ഇപ്പൊ ഈ വെസ്റ്റ് ബാങ്ക്, അതായത് ഈ ഒരു ജുദയ സമാരിയ എന്ന് പറഞ്ഞ വെസ്റ്റ് ബാങ്ക് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഒരു അറ്റാക്ക്. അവിടെ ഈ ഒരു ജനീൻ എന്ന് പറഞ്ഞ ഒരു തീവ്രവാദ ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അതായത് ഈ പാലസ്തീനിയൻ സെറ്റിൽമെന്റ്സ് ഇല്ലേ, വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീനിയൻ സെറ്റിൽമെന്റ്, ആ പാലസ്തീനിയൻ സെറ്റിൽമെന്റിനുള്ളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ടീമുകളാണ് ഈ ഒരു ജനീൻ. ഇവര് ശരിക്കും പറഞ്ഞാൽ ആ പാലസ്തീനിയൻ അതോറിറ്റിക്ക്, അതായത് പാലസ്തീനിയൻ ഫത്തേ പാർട്ടിക്കും തന്നെ ഒരു ഭീഷണിയാണ്. അതുപോലെ തന്നെ ഇതിൽ ജനീൻ ഫോഴ്സ് അവിടെ വളരെ എഫക്റ്റീവായിട്ട് ഈ വെസ്റ്റ് ബാങ്കിനുള്ളിൽ അവര് കുറച്ച് ആക്റ്റീവായിട്ട് യുവമാരും ഇപ്പൊ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇവരും ഈ ഒരു വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകൃതമായിട്ടാണ് ഇവരും പ്രവർത്തിക്കുന്നത്. പല ടീമുകൾ ചേർന്നുകൊണ്ടുള്ള ഒരു അവിയൽ പരുവത്തിലുള്ള അറ്റാക്കാണ് ഇസ്രായേലിനെതിരെ നടക്കുന്നത്. എല്ലാവരുടെയും ടാർഗറ്റ് ഇസ്രായേലാണ്, എല്ലാവരുടെയും ടാർഗറ്റ് IDF ഉദ്യോഗസ്ഥരാണ്, എല്ലാവരുടെയും ടാർഗറ്റ് ഈ വെസ്റ്റ് ബാങ്കിലുള്ള ജൂയിഷ് സെറ്റിൽമെന്റിലുള്ള ആൾക്കാരാണ്. ഇതാണ് അവരുടെ എല്ലാവരുടെയും ടാർഗറ്റ്. അപ്പം അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം എന്നാണ് ഇസ്രായേലിന്റെ നെസറ്റില് ഈ ഓപ്പോസിറ്റ് പാർട്ടികൾ, ഈ ലിക്വിഡ് പാർട്ടിയുടെ ആൾക്കാരോട് ഇങ്ങനെ പറയുന്നത്, ഭരണപക്ഷത്തോട് അവർ കൂടുതൽ കാര്യങ്ങൾ പ്രഷർ ചെയ്ത് പറയുന്നത്. നിലവിലെ US ഭരണകൂടത്തിന്റെ കയ്യിലുള്ള ദിവസങ്ങൾ വളരെ ചുരുക്കമാണ്. ഈ ആ ഒരു ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇനി ബാക്കിയുള്ളത്, അതാണ് ഹൂത്തീസ്. വെസ്റ്റ് ബാങ്കിന്റെ കാര്യം നോക്കാൻ ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാം, അതിൽ യാതൊരു മാറ്റമില്ല. October 7 1200 ആൾക്കാരെ വധിക്കുകയും അതിനുശേഷം 200 ആൾക്കാരെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 44,000 ആൾക്കാർ കാഷ്വാലിറ്റീസ് ഗാസയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഹമാസ് ഉണ്ടാക്കിയ നേട്ടം. അതാണ് നമുക്ക് അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത്. ഇത് തന്നെയാണ് ലെബനാന്റെ ഉള്ളിലും UN വരെ ചർച്ചയാവുന്ന വിഷയം. എന്ത് പൊട്ടൻഷ്യൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ എതിരാളിയെ അളന്ന് കുറിച്ചിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ വേലി പൊളിച്ച് അകത്ത് കയറി കുറച്ച് ആൾക്കാരെ വധിച്ചതോടുകൂടി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീർന്നോ? ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങളൊരു ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് മില്യൺ കണക്കിൽ പൈസ മേടിച്ച് നിങ്ങൾ നിലനിൽക്കുന്നത്? ഒരു രാജ്യത്തിന്റെ സോവറൈൻ മിലിറ്ററി പോലും ഇത്രയും ബഡ്ജറ്റ് ഇട്ട് അവിടെ കാര്യങ്ങൾ നടത്തുന്നില്ല. അത്രമാത്രം ബഡ്ജറ്റ് നിങ്ങൾ മേടിച്ച് ചെലവാക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയത് ഈ ഗേറ്റ് പൊളിച്ച് അകത്ത് കയറി നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ പിന്നെ കൊല വിളിച്ചിട്ട് അതിനെ വീഡിയോ എടുത്ത് വെളിയിലിടുക എന്നുള്ളത് മാത്രമായിരുന്നോ നിങ്ങളുടെ ഒരു അജണ്ട? ഈ ഒരു ചെറിയ ടാസ്കിന് വേണ്ടിയിട്ടാണോ ഖത്താറും ഇറാനും എല്ലാവരും കൂടെ ചേർന്ന് ഈ ബ്രദർഹുഡും കാര്യങ്ങളെല്ലാം ചേർന്നിട്ട് ഇത്രയും പൈസ മുടക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്ന, അവരെ വെർബലി പിന്താങ്ങുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. 1200 പേര് October 7 ഇസ്രായേലിനുള്ളിൽ കൊല്ലപ്പെട്ടു. 45,000 പേര് കാഷ്വാലിറ്റീസ്. ഇന്നോടുകൂടിയുള്ള റിപ്പോർട്ടാണ്, ഇന്നത്തെ റിപ്പോർട്ട്. ഇതിൽ എത്ര ഫേക്ക് ഉണ്ട്, ഈ റിപ്പോർട്ടിൽ എത്ര സത്യസന്ധതയുണ്ട് അല്ലെങ്കിൽ കള്ളത്തരത്തിലുള്ള നമ്പറുകളുണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമുക്ക് അറിയത്തില്ല. എന്നാലും ഒഫീഷ്യലി ഇന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 45,000 കാഷ്വാലിറ്റീസ് റീച്ച് ചെയ്തിരിക്കുകയാണ് ഗാസയിൽ. 1200 ജീവൻ എടുത്ത നിനക്ക് എത്രമാത്രം വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനിയെങ്കിലും ഇങ്ങനെ ഗേറ്റ് പൊളിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടത്. നെതന്യാഹു ഈസ് എ മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റ് എന്നാണ് അയാളുടെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അമ്മാതിരി സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. ആ രീതിയിലാണ് നെതന്യാഹു കൃത്യമായി പ്ലാൻ ചെയ്ത് കരുക്കൾ നീക്കിയത്.
അതിന്റെ പൂർണ്ണ വിജയം നേടിയിരിക്കുന്ന ഒരാളായിട്ട് ഇന്ന് നെതന്യാഹു മാറിയിരിക്കുകയാണ്. അയാളുടെ കോടതിയിലുള്ള കേസ് പോലും ട്യൂസ്ഡേ പറയേണ്ട ഒരു ടെസ്റ്റിമോണി പോലും മാറ്റി കൊടുത്തിരിക്കുകയാണ് കോടതി. അത് നിങ്ങൾ സൗകര്യം പോലെ പിന്നെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഒരു 2 കേസിന്റെ ട്രയൽ ഓൾറെഡി എടുത്തതാണ്. അതിൽ തന്നെ അവർക്ക് ബോധ്യമായി ഇതിനകത്ത് ഒന്നും അങ്ങനെ കൂടുതൽ ചെയ്യാനൊന്നും ഇല്ല എന്നുള്ളത് ബോധ്യമായി. അതുകൊണ്ട് തന്നെയാണ് ആ 3ാമത്തെ കേസ് അവർ കുറച്ചുകൂടെ ടൈം കൊടുത്തിരിക്കുന്നത്. ഡിസംബർ 25 ഈവനിങ്, ഡിസംബർ 25 വൈകുന്നേരത്തോടു കൂടി ഹോസ്റ്റേജസ് മേ ബി റിലീസ് ചെയ്യപ്പെട്ടേക്കാം. എല്ലാ ബന്ദികളെയും വിട്ടുകിട്ടാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. കട്ട്സ് വളരെ നിർണായകമായിട്ടുള്ള ഡിസ്കഷനിലോട്ടാണ് ഇടപെട്ടിരിക്കുന്നത് ഹമാസുമായിട്ട്. മെഷാൽ എന്ന് പറഞ്ഞ ഈ ഒരു ഹമാസിന്റെ ലീഡർ ആയിട്ടുള്ള അയാളുടെ സഹോദരനെ US-ൽ നിന്നും റിലീസ് ചെയ്തതോടുകൂടി തന്നെ ഹമാസ് ഒരു പരിധിവരെ അടങ്ങിയ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പാലസ്തീനിയൻ ജിഹാദ് ഗ്രൂപ്പ് കൂടുതലായിട്ട് ഇതിനകത്ത് ഇപ്പൊ ഇൻവോൾവ് ആയിട്ട് വരുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ഹമാസ് ഇനി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കത്തില്ല, ഇനി പാലസ്തീനു വേണ്ടിയിട്ട് പാലസ്തീനിയൻ ജിഹാദ് ഫോഴ്സ് തന്നെ ഇറങ്ങണം എന്നുള്ള ഒരു ഉത്തമ ബോധ്യം വന്നതുകൊണ്ടാണ് അവരിനി കൂടുതൽ ഇടപെട്ട് മരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അയർലാൻഡിന്റെ ഇസ്രായേൽ എംബസി പൂട്ടിയതിനെ ചൊല്ലി ഇസ്രായേലിന്റെ ഉള്ളിൽ അഭിനന്ദന പ്രവാഹങ്ങളാണ്. നെതന്യാഹുവിനും അയാളുടെ ടീമിനും നല്ല അപ്രിസിയേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഡിഗ്നിറ്റിയോട് കൂടി തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നുള്ള രീതിയിലുള്ള അപ്രിസിയേഷൻസ് ആണ് ഈ നെതന്യാഹുവിനും ടീമിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ കാര്യങ്ങളിലും ആൾക്കാർ വളരെ കൃത്യമായിട്ട് ആ നേഷന്റെ ആ ഒരു രാജ്യത്തിന്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് അവർ കൃത്യമായ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും, എതിർക്കേണ്ട കാര്യങ്ങളെ വളരെ കൃത്യതയോടുകൂടി എതിർക്കുകയും ചെയ്യുന്ന ഒരു ജനറേഷനാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്ററെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുമോ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ആ ഒരു ഡെമോക്രസിയുടെ പവറും അവരെങ്ങനെയാണ് ആ കാര്യങ്ങളെ വേർതിരിച്ച് കാണുന്നത് എന്നുള്ളത്. ഇന്നലെ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയ ലട്ടാക്കിയ പോർട്ട് ഇന്ന് ഓപ്പറേഷൻ നോർമൽ ആണ്. കാരണം ലട്ടാക്കിയ പോർട്ട് അല്ല അവിടെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത്, അതിൽ കൃത്യമായ ടാർഗറ്റ് ചെയ്ത പ്രിസൈസ് ആയിട്ടുള്ള ഈ ഒരു ഗോഡൌൺസ്, ഡിപ്പോകളാണ് അറ്റാക്ക് ചെയ്തത്. അതായത് ഈ വെടിമരുന്നും ഈ പടക്കോപ്പുകളും അമ്യൂണിഷൻസ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു സ്റ്റോറേജ് ഏരിയയാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത്. അതും പോർട്ടും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. പോർട്ട് ഈസ് ഓപ്പറേറ്റിംഗ് നോർമൽ എന്നാണ് ഇന്ന് വാർത്ത വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഇതിൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓഡിയോ ഇതിനകത്ത് കേൾപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ശ്രമിക്കാം ഓഡിയോ കേൾപ്പിക്കാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ആള് കാണിക്കുന്നത് UNRWAയുടെ ഒരു ID കാർഡാണ് ഒരു വ്യക്തിയുടെ. അതേ വ്യക്തിയുടെ ഫോട്ടോസ് ആണ് അയാൾ വീണ്ടും കാണിക്കുന്നത്. അതായത് അയാൾ ഈ തീവ്രവാദ ഗ്രൂപ്പിൽ തോക്കും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് വീണ്ടും അയാൾ കാണിക്കുന്നത്. അതായത് UNRWAയുടെ ഉദ്യോഗസ്ഥൻ ഒരു തീവ്രവാദിയാണെന്നാണ് അയാൾ പറയുന്നത്. കൃത്യമായ ID പ്രൂഫോട് കൂടി അതേപോലെ തന്നെ ഇയാളുടെ പേരിൽ റെന്റിനെടുത്ത ലീസ് എഗ്രിമെന്റും കൂടെ കാണിക്കുന്നുണ്ട്. അത് UNRWA ഫണ്ട് ചെയ്തിട്ടാണ് റെന്റിനെടുത്തിരിക്കുന്നത്. അതിൽ താമസക്കാരനായിട്ട് പോയത് യഹിയ സിൻവറാണ്. അയാളുടെ ഫാമിലിയാണ് അതിനെ താമസിച്ചത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ UNRWAയുടെ പൈസ കൊണ്ട് വീട് വാടകയ്ക്ക് എടുത്ത് മറ്റേ ആൾക്ക് കൊടുത്തിരിക്കുകയാണ്, തീവ്രവാദിയെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അതിൽ 6 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു മുറിയാണ്, 6 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വസതിയാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഇതാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. UNRWAയുടെ ഈ വക തരികിടകളൊക്കെ പുറത്തു വരുന്നത് കൊണ്ട് തന്നെ ഡച്ച് ഗവൺമെന്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. 25% കട്ട് ചെയ്തിരിക്കുകയാണ്. UNRWAക്ക് കൊടുക്കേണ്ട ഫണ്ട് 25% കട്ട് ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രഖ്യാപനം ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഓരോ രാജ്യങ്ങളും എഫക്റ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ UNRWA മാത്രമല്ല യുണൈറ്റഡ് നേഷൻസ് തന്നെ പൂട്ടിപ്പോകേണ്ട അവസ്ഥ വൈകാതെ വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എഫക്റ്റീവായിട്ട് ഒരു സംഘടന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനകത്ത് തീവ്രവാദികളെ കുത്തി നിറയ്ക്കുന്നുണ്ടെങ്കിൽ, ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒരു കാരണമല്ല കേട്ടോ. ഞാൻ UN-നെ ബ്ലെയിം ചെയ്യുന്നതല്ല. UN-ൽ അത്ര എഫക്റ്റീവായിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് തീവ്രവാദമാണ്. ഇത് തലച്ചോറിനകത്ത് ഇങ്ങനെ ഉറങ്ങിക്കിടക്കും ഈ സാധനം. അതുകൊണ്ട് വളരെ നീറ്റായിട്ട് നമുക്ക് മാന്യമായ ആൾക്കാരായിട്ട് തന്നെ നമുക്ക് തോന്നും. അതിൽ യാതൊരു മാറ്റമില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് കണ്ടെത്താൻ വലിയ പാടാണെന്നേ. പക്ഷെ എന്തായാലും UNRWA ഇപ്പൊ എക്സ്പോസ്ഡ് ആയ സ്ഥിതിക്ക് ഈ ഒരു ഫണ്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. 25% അല്ല, ഒരു 50-60% വരെ കട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു മണിയുടെ സ്ട്രഗിൾ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഈ വക ഈ ആഹാരം കഴിച്ചിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള ഈ പരിപാടികളില്ലേ, ഈ പ്രവർത്തനങ്ങൾ, ഇതൊന്നും ചെയ്യത്തില്ല. അടങ്ങി ഒതുങ്ങി ഇപ്പൊ നിത്യേന ജോലിക്ക് പോയി പൈസ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വീട്ടിലെ മക്കളെ നോക്കാനും മാസത്തിനുള്ള ചെലവ് കൂട്ടിമുട്ടിക്കാനുള്ള പ്രയാസപ്പെട്ട് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യുവമാർ ആരാണ് ഈ പ്രവർത്തനത്തിന് പോയി ഇത് ഇപ്പം ഈ കല്ലെറിയാനും ഈ ബോംബേർ നടത്താനും പോകുന്നത്? ഇവന്മാർക്ക് അതിനുള്ള സമയം ഉണ്ടാകത്തില്ല. യുവമാർക്ക് അതല്ലല്ലോ പ്രവൃത്തി. അത് ഇവന്മാർക്ക് ധാരാളം പൈസ കിട്ടുന്നുണ്ട്. അതായത് ഒരു കഠിനാധ്വാനം ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് AK-47 എടുത്തുകൊണ്ട് രാവിലെ പോയി നിന്നാൽ മതി. എല്ലാ ദിവസവും യുദ്ധം ചെയ്യേണ്ടതില്ലല്ലോ. വല്ലപ്പോഴും കൂടെ ഒരു മിഷൻ ചെയ്യണം. എന്തിനാണ്? വല്ലപ്പോഴും കൂടെ ഇസ്രായേലിനെ ഒന്ന് തോണ്ടണം. തോണ്ടിക്കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഒരു അറ്റാക്ക് നടക്കും. അറ്റാക്ക് നടക്കുമ്പോൾ എന്താണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്? ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഏതാണ്? നമുക്കൊരു ഒപ്പോണന്റ് ഉണ്ട്, നമുക്കൊരു എതിരാളി ഉണ്ട്. അവൻ നമ്മൾ ഇച്ചിരി തളർന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്ത് മൊത്തം എടുത്തുകൊണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് കാവലാളിയായിട്ട് ഞങ്ങൾ നിപ്പോണ്ട് എന്നുള്ളൊരു പ്രതിബിംബം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഹമാസ് അവിടെ ജീവിച്ചു പോകുന്നത്. അവർക്ക് ഹമാസിനെ അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറ്റാക്കാണ്. ആ ജനങ്ങളെ എങ്കിലും ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് ജീവിച്ച് പിഴച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇവന്മാർ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാർ മാന്യമായിട്ട് അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യണ്ടേ? അല്ല, ഇവന്മാർ ഓടി ഒളിക്കേണ്ട ആവശ്യമില്ലല്ലോ. നെതന്യാഹു വീണ്ടും ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ഇട്ടിരിക്കുകയാണ്. ഇറാനും ഹിസ്ബുള്ളയ്ക്കുമാണ് ഈ സ്റ്റേറ്റ്മെന്റ്. വി വിൽ ആക്ട് അഗെയിൻസ്റ്റ് യു
എനിവേർ എനി ടൈം. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അത് ഏത് നേരത്തും എവിടെ വെച്ചും ഞങ്ങൾ നിന്നെ തകർക്കും. ഇത് വളരെ ബോൾഡ് ആയിട്ടുള്ള നെതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. 189 വില്ലേജസ് റഷ്യ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഉക്രൈന്റെ വില്ലേജസ് ആണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. പുടിൻ ഇപ്പോൾ വിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് USA ഞങ്ങളെ നിരുപാധികം പുഷ് ചെയ്യാണ്, റെഡ് ലൈൻ ക്രോസ് ചെയ്തുള്ള ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നിരുപാധികം നിർബന്ധിക്കുന്നതാണ്. അത് നിർബന്ധിതരായി ഞങ്ങൾ അറ്റാക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെടുമോ എന്നാണ് പുടിൻ വറി ചെയ്യുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് പുടിൻ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ, ലോങ് റേഞ്ച് മിസൈൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, റഷ്യ ഒരു പക്ഷേ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കേണ്ട സാഹചര്യം ഒരു പക്ഷേ വന്നേക്കാം. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ത്രെട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പുടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉക്രൈൻ ജനങ്ങളെ കൊന്നുകൊണ്ട് അങ്ങ് അറ്റാക്ക് ചെയ്ത് എടുക്കണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് പുള്ളി എത്രയും സ്ഥലം കൈക്കലാക്കാൻ പറ്റുമോ ആ രീതിയിലാണ് പുള്ളി മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ എന്ന് ലോങ് റേഞ്ച് അറ്റാക്ക് റഷ്യക്കുള്ളിൽ നടക്കുന്നതിനെ പുടിൻ ഒരിക്കലും എന്റർടൈൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മീഡിയം റേഞ്ച് മിസൈലാണ് പുള്ളി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പൊ അതിന് വിട്ടു കഴിഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും എന്നുള്ള US-നുള്ള ഒരു താക്കീതും അതേപോലെ ഉക്രൈനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം, അതായത് 15-ാം തീയതി രാത്രി 16-ാം തീയതി പുലർച്ചെ, ആ ഒരു രാത്രിയിൽ, ഇന്നലെ രാത്രിയിൽ ഹൂത്തികളുടെ മേളിൽ പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അമേരിക്ക നടത്തിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. കാരണം ഈ ഹൂത്തികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന്മാർ അറ്റാക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും മലകളുടെ മുകളിലൊക്കെ പോയി ഒളിച്ചിരിക്കും. ഇതാണ് ഇവന്മാരുടെ പ്രധാന പരിപാടി. അപ്പൊ ഇവന്മാരെ കണ്ടെത്തുക, അറ്റാക്ക് ചെയ്യുക, ഈ അറ്റാക്ക് ചെയ്ത ആളിനെ നോട്ട് ചെയ്യുക, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ കപ്പലിലൊക്കെ ഈ ഒരു ഡ്രോണിലൊക്കെ വന്നിട്ട് ക്യാമറയിലൊക്കെ വരുന്നവനല്ലേ, അവനെയൊക്കെ കണ്ടെത്താൻ വലിയ പാടാണ്. ഇവന്മാർ ആ മല, അവിടെ ഫുള്ള് മലയാണ്. ആ യമന്റെ ഒരു സ്ട്രക്ചർ തന്നെ ആ രീതിയിലാണ്. അപ്പൊ യുവമാരാണെങ്കിൽ ഈ രീതിയിലാണ് അറ്റാക്ക് നടത്തിയിട്ട് പോയി ഒളിച്ചിരിക്കുന്നത്. അപ്പം ഇതിന് ഒരു അവസാനം വരുന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം USA വളരെ കൃത്യമായിട്ട് തന്നെ ഒരു ഫോഴ്സ് അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. UK-യും USA-യും കൂടെ ചേർന്നിട്ട് ഈ ഹൂത്തികളെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് പ്രധാനപ്പെട്ട ഒരു റിക്വസ്റ്റ്. കാരണം ഇത് USA-ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് UK-ക്ക് വേണ്ടിയിട്ടോ മാത്രമല്ല, ഇത് പ്രധാനമായിട്ട് ഗ്ലോബൽ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ആ ഏരിയ എന്ന് പറഞ്ഞാൽ ട്രേഡ് റൂട്ടാണ്. ഈ ട്രേഡ് റൂട്ട് ഇവന്മാർ പോയി എപ്പോഴും ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ അവിടെ വരുന്ന കപ്പലുകളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ഇതൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇത് എത്ര ആൾക്കാർക്ക് പോയി ചേരേണ്ട സാധനങ്ങളാണ്, ഇത് എത്ര $1 മില്യൺ കച്ചവടമാണ്. ഇത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണോ ഇരിക്കുന്നത്? ഇത് ഒരുപാട് ജനങ്ങളെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാരണം കൊണ്ട് മാത്രം അവന്മാരെ നശിപ്പിക്കണമെന്നാണ് പരമാവധി വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നത്. കൃത്യമായിട്ട് ആ ഒരു എഡ്ജാണ് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് സനാ സിറ്റി, അതുപോലെ തന്നെ അതിന്റെ ചുറ്റാകെ കിടക്കുന്ന ഗൾഫ് ഓഫ് ഏഡന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള സ്ഥലം, അതാണെങ്കിൽ വളരെ ചെറിയ കിലോമീറ്റർ വിസ്താരം മാത്രമുള്ള ഒരു കടൽപാതയാണ്. അപ്പൊ ആ പാതയിലാണ് ഇവന്മാർ കയറി നിന്ന് ഇമാതിരിയുള്ള തൊല്ലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കൃത്യമായ ഒരു തീരുമാനം അമേരിക്ക അജണ്ടയിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ബൈഡൻ പൊസിഷനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ആ രീതിയിൽ അവരെ അറ്റാക്ക് ചെയ്യാനുള്ള കുറച്ച് സ്പീഡപ്പ് ആയിട്ടുള്ള ഡിസ്കഷൻസും നടക്കുന്നുണ്ട് ബാക്ക് എൻഡിൽ. അപ്പൊ ഏതായാലും ഈ വിഷയത്തിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.